ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഏവർക്കും ഫുട്ബോളിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 റയൽ മാഡ്രിഡിനെ സംബന്ധിച്ച് വളരെ വളരെ മോശമായിട്ടുള്ള ഒരു ഇയർ ആയിരുന്നു. അവരുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മോശം ഇയേഴ്സിൽ ഒന്നാണ് 2025. ട്രോഫീസ് ഒന്നും നേടാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, പല വലിയ ടീമുകൾക്കെതിരെയും വലിയ സ്കോർ മാർജിനിൽ റയൽ മാഡ്രിഡ് പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ചെറിയ ടീമുകൾക്കെതിരെയുള്ള തോൽവികൾ, അങ്ങനെ ഒരു വളരെ വളരെ മോശമായിട്ടുള്ളൊരു ഇയറായി മാറിയിരുന്നു 2025. എന്നാൽ റയൽ മാഡ്രിഡിന് വേണ്ടി ചില താരങ്ങൾ വളരെ മികച്ച പെർഫോമൻസ് ഈ ഒരു വർഷം നടത്തിയിട്ടുണ്ട്. എടുത്തു പറയേണ്ട രണ്ട് താരങ്ങളുണ്ട്. ഒന്നാമത്തത് അവരുടെ ഗോൾ കീപ്പറായിട്ടുള്ള ടിബോട്ട് കോർട്ടുവ. കഴിഞ്ഞ സീസണിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർ അത് ടിബോട്ട് കോർട്ടുവ അല്ല, ഡൊണറുമയാണ്. അപ്പോൾ ഡൊണറുമയ്ക്കായിരുന്നല്ലോ ഫിഫ ബെസ്റ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നത്. അപ്പോൾ കഴിഞ്ഞ സീസണിൽ യൂറോപ്പിലെ ടോപ്പ് 5 ലീഗിൽ ഏറ്റവും കൂടുതൽ സേവ് ചെയ്ത കീപ്പർ ഡൊണറുമയല്ല, അത് ഈ ടിബോട്ട് കോർട്ടുവയാണ്. 174 സേവാണ് ടിബോട്ട് കോർട്ടുവ കഴിഞ്ഞ ഒരു വർഷം റയൽ മാഡ്രിഡിന് വേണ്ടി നടത്തിയിട്ടുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കുക, റയലിനെ പോലെ ഒരു ടീം വളരെ മോശം സിറ്റുവേഷനിലൂടെ പോകുമ്പോൾ അവരുടെ കീപ്പറിന്റെ ഭാഗത്തു നിന്ന് ഇത്രയും മികച്ചൊരു പെർഫോമൻസ് കാണാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ആ ടിബോട്ട് കോർട്ടുവയുടെ പെർഫോമൻസ് പല മത്സരങ്ങളിലും വലിയ സ്കോറിലുള്ള തോൽവികളൊക്കെ റയലിന് ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് ഈ സീസണിൽ പോലും റയൽ ലിവർപൂളിനോട് ഒരു മാച്ച് 1 ഗോളിന് തോൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ മാച്ചിൽ ഒരു ഗോളിന് ആ ഒരു മാച്ച് തോറ്റതിനുള്ള ഒരു പ്രധാന കാരണം ടിബോട്ട് കോർട്ടുവയായിരുന്നു. കോർട്ടുവയുടെ കിടിലൊരു പെർഫോമൻസ് ആ മാച്ച് നമ്മൾ കണ്ടിരുന്നു. അതുപോലെ കുറേ മത്സരങ്ങൾ ഈ സീസണിലുണ്ടായിരുന്നു. വളരെ മികച്ചൊരു പെർഫോമൻസ് ടിബോട്ട് കോർട്ടുവ നടത്തിയിരുന്നു. ആ എൻ്റയർ റയലിൻ്റെ സ്ക്വാഡിൽ ആ ഒരു ബാൾജിന് വേണ്ടി കളിക്കുന്ന ഏകതാരം ടിബോട്ട് കോർട്ടുവയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ 2026 വരുമ്പോൾ വളരെ മികച്ച രീതിയിൽ റയൽ ഒരു തിരിച്ചുവരവ് നടത്തുമെന്നതിനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു താരം കിലിയൻ എംബാപ്പയാണ്. എംബാപ്പെ വേണ്ട, ഞങ്ങൾക്ക് വിനീഷ്യസ് ഉണ്ട് എന്ന പറഞ്ഞ ആരാധകരെ കൊണ്ട് എംബാപ്പെ ടീമിലെ കിടിലൻ പ്ലെയർ ആണ് എന്ന രീതിയിൽ പറയിപ്പിച്ചു. എംബാപ്പെ 66 ഗോളാണ് ഈ ഒരു സീസണിൽ എംബാപ്പെ സ്കോർ ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല, എംബാപ്പയുടെ റയലിന് വേണ്ടി മാത്രം എംബാപ്പെ ഈ ഒരു 2025 സ്കോർ ചെയ്തിട്ടുള്ളത് 59 ഗോളുകളാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആ ഒരു 59 ഗോൾ ഒരു സിംഗിൾ ഇയറിൽ റയലിന് വേണ്ടി സ്കോർ ചെയ്ത ആ ഒരു റെക്കോർഡ് മറികടന്നില്ല, ഒപ്പത്തിനെത്താൻ പറ്റിയിട്ടുണ്ട് എംബാപ്പയെ സംബന്ധിച്ച്. വളരെ മോശം അവസ്ഥയിലൂടെ തൻ്റെ ടീം കടന്നു പോകുമ്പോഴും ഗോളുകൾ അടിച്ച് ടീമിനെ മുന്നിൽ നിന്ന് നയിക്കാൻ എംബാപ്പയ്ക്ക് കഴിഞ്ഞു. വളരെ മികച്ച ഫോമിലാണ് ഈ സീസണിൽ എംബാപ്പെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ സീസണിലും വളരെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു എംബാപ്പെ കളിച്ചിരുന്നത്. ഗോൾഡൻ ബൂട്ട് വരെ കിലിയൻ എംബാപ്പെ നേടിയിരുന്നു. അറിയാലോ, തൻ്റെ ടീം മോശം പെർഫോമൻസ് നടത്തുമ്പോഴും അതിനിടയിൽ കൂടി വളരെ മികച്ച പെർഫോമൻസ് റയലിന് വേണ്ടി എംബാപ്പെ നടത്തിയിരുന്നു. ഈ ഒരു വർഷം നോക്കുകയാണെങ്കിൽ 66 ഗോളും 4 അസിസ്റ്റും 70ഓളം ഗോൾ കോൺട്രിബ്യൂഷൻ എംബാപ്പെ നൽകിയിട്ടുണ്ട്. അതിൽ 59 ഗോൾ എംബാപ്പെ സ്കോർ ചെയ്തിട്ടുള്ളത് റയലിന് വേണ്ടിയാണ് പല കോമ്പറ്റീഷനിലായിട്ട്. ഒരു റയലിൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് 59 ഗോൾ അടിച്ചിരുന്ന റൊണാൾഡോ ആയിരുന്നു. ആ ഒരു സീസൺ റയലിനെ സംബന്ധിച്ച് ഇത്രയും മോശമായിട്ടുള്ളൊരു സീസൺ ഒന്നും അല്ലായിരുന്നു. പക്ഷേ ഇത് വളരെ മോശം ഒരു സീസണായിരുന്നു, വളരെ മോശം ഒരു ഇയർ ആയിരുന്നു. അങ്ങനെ ഒരു ഇയറിലാണ് കിലിയൻ എംബാപ്പയുടെ ഈ ഒരു പെർഫോമൻസ് വന്നിട്ടുള്ളത്. അതുപോലെ ടിബോട്ട് കോർട്ടുവയുടെ ഈ ഒരു പെർഫോമൻസ് വന്നിട്ടുണ്ട്. റയൽ ഫാൻസിനെ സംബന്ധിച്ച് ഈ രണ്ട് താരങ്ങളുടെ ഒരു പെർഫോമൻസ് മാത്രമാണ് 2025 അവർക്ക് പറയാനുള്ളത്. വേറെ എല്ലാവരും ഫ്ലോപ്പായിരുന്നു. ഒരു ആവറേജ് പെർഫോമൻസ് ഒക്കെ ആയിരുന്നു ബാക്കി പല താരങ്ങളുടെയും ഭാഗത്തുനിന്ന് നമ്മൾ കണ്ടിരുന്നത്. 2026 റയൽ മാഡ്രിഡിൻ്റെ ഒരു ശക്തമായ തിരിച്ചുവരവ് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഫുട്ബോൾ ലോകം തന്നെ അത് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ബിലോ. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുട്ബോൾ.